പശ്ചിമേഷ്യൻ അശാന്തിക്ക് പിന്നാലെ പാകിസ്ഥാനിൽ പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നു. പെട്രോൾ ലിറ്ററിന് 45 രൂപ 61 പൈസയും ഡീസലിന് 61 രൂപ 25 പൈസയും വർദ്ധിപ്പിച്ചു. വിഷ്ണു പ്രസാദ് ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, നമ്മൾ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും, ഇന്ത്യയിലെ വില കൂടുതൽ നമ്മൾ എങ്ങനെ താങ്ങുമെന്ന് ആലോചിച്ചിരിക്കുന്നതിനിടയിലാണ് ഇപ്പൊ ഇതാ ഇരുട്ടടി പോലെ പാകിസ്ഥാന് മേലെ ഈ പെട്രോൾ വില, ഡീസൽ വിലയൊക്കെ കൂടിയത് അല്ലേ? മൂത്തി തീർച്ചയായും. കാരണം പാകിസ്ഥാനിൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ മാറ്റമാണ് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 45 രൂപ 61 പൈസ വർദ്ധിച്ച് ഇന്നത്തെ പെട്രോളിൻ്റെ വില പാകിസ്ഥാനിൽ ഇന്ത്യൻ രൂപയിലേക്ക് മാറുമ്പോൾ 152 രൂപ 60 പൈസയാണ്. അതേപോലെ തന്നെ ഡീസലിന് 61 രൂപ 25 പൈസയാണ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചതും. അതിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് പുതുക്കിയ വില 173 രൂപ 23 പൈസയാണ്. നമുക്കിവിടെ 100 കടന്നാൽ തന്നെ വലിയ ആശങ്കകളാണ് ഉണ്ടാവാറുള്ളത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയെല്ലാം സംബന്ധിച്ച്. പക്ഷേ പാകിസ്ഥാനിൽ മറ്റൊരു വഴിയുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഗണ്യമായി അവരുടെ ഇന്ധന സ്രോതസ്സുകൾ അല്ലെങ്കിൽ സംഭരിച്ചു വെച്ച ഇന്ധനത്തിൻ്റെ അളവ് വലിയ തോതിൽ കുറയുന്നുണ്ട്. അതുതന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വിലവർദ്ധനവിന് കാരണമായിട്ടുള്ള പ്രധാന കാരണം. ഇത് കൂടാതെ നേരത്തെ ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം നടത്തുന്നതിന് ഇന്ത്യയോടൊപ്പം തന്നെ ഇറാൻ അനുവദിച്ച മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാനിലേക്ക് മതിയായ തോതിൽ ഇന്ധന ടാങ്കറുകൾ അല്ലെങ്കിൽ എണ്ണക്കപ്പലുകൾ എത്തുന്നില്ല എന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്യം കടുത്ത ഇത്തരത്തിൽ ഊർജ്ജ പ്രതിസന്ധിയിലേക്കും ഇന്ധന പ്രതിസന്ധിയിലേക്കും നീങ്ങുന്നോ എന്ന സംശയം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. ശരി, അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ ഉള്ളത് നമുക്കറിയാം, ആഭ്യന്തര പ്രശ്നങ്ങളും എല്ലാം അറിയാം. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് വളരെ പെട്ടെന്നാണ് ഇന്ധനവില ഇങ്ങനെ വർദ്ധിച്ചത്.